ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് ക്രിസ്മസിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഒരു മിനി വ്ളോഗാണ്. നല്ല ചെറിയ വീഡിയോ ആണ് കേട്ടോ. കാരണം എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയുടെ ഫോണിലും കൂടിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ കണ്ടത് എൻ്റെ അനിയത്തിയാണ്. ആൾ കോട്ടയത്തു നിന്ന് വെക്കേഷന് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെടുമങ്ങാടാണ്. അവിടെ എൻ്റെ ഫ്രണ്ട് ഷഫ്നയുടെ ചേട്ടൻ്റെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് കേട്ടോ ഫോട്ടോഷൂട്ട്. അങ്ങനെ ബസ്സെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് പിന്നെ ഷഫ്നയെ വിളിച്ചപ്പോൾ അവളുടെ ചേട്ടനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ചേട്ടൻ കാറിൽ വന്ന് ഞങ്ങൾ പിക്ക് ചെയ്തു. ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. സത്യം പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനൊരു സ്റ്റുഡിയോ കാണുന്നത്. പുറത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. അവരിനിയും കുറച്ചുകൂടി വർക്ക് ഇവിടെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൂടാതെ അകത്ത് അവർ ക്രിസ്മസ് ഡെക്കറേഷനും അതുകൂടാതെ പല ഫോട്ടോഷൂട്ടിന് സേവ് ദ ഡേറ്റ് ഉൾപ്പെടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്റ്റുഡിയോയ്ക്ക് അകത്തുള്ള ഭാഗം. അടിപൊളിയാണ്. നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് കാറൊക്കെ അകത്ത് കയറ്റി അതിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷഫ്ന. ഇവിടെ നിങ്ങൾ മറ്റു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളി ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ചേട്ടനും അതെ, ചേട്ടൻ്റെ വൈഫും അതെ. ഞാനിവരുടെ കല്യാണത്തിന് പോയ വീഡിയോ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇവർ ബർത്ത്ഡേ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ വെളിയിൽ സെറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വീട്ടിലും പോയി ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നെടുമങ്ങാടെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഷാർജയൊക്കെ കുടിച്ച് കുറച്ച് വിശപ്പ് കുറച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാട്ടാക്കട എത്തിയപ്പോൾ എന്താണെന്നറിയില്ല, ഇന്ന് നല്ല ബസ് കുറവായിരുന്നു. ഞങ്ങൾ കറക്റ്റ് സമയത്ത് വന്നപ്പോൾ ഒരു ബസ് പോവുകയും ചെയ്തു. അതുകൊണ്ടൊരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ബസ് കിട്ടിയത്. അങ്ങനെ ബസ്സെല്ലാം കിട്ടി ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുട്ടിയ വീഡിയോ ആണ് കേട്ടോ. കാരണം എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒട്ടും തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോസെല്ലാം ഞാൻ അവസാനം കൊടുക്കാത്തത്. കൂടാതെ ഇവർ കോൺടാക്റ്റുള്ള നമ്പരും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം.